ാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന ആളായി പി കെ കുഞ്ഞാലിക്കുട്ടി മാറാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷം, അത് കെ ശൈലജയുടെ റെക്കോർഡ് മറികടന്നുകൊണ്ട് ആ ലീഡ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉയർത്തുകയാണ്. 70,000 അടുത്തേക്ക് ആ ലീഡ്, തീർച്ചയായും 1,00,000 അടുത്തേക്ക് ആ വോട്ടുകൾ സ്വന്തമാക്കുന്നു. 69,000 ഏറെയാണ് നിലവിൽ ആ ലീഡ്. അത് ആ രീതിയിൽ തന്നെ അവസാന ഘട്ടത്തിലേക്കും പോകുമ്പോൾ, ആ വിജയം ഉറപ്പിക്കുന്ന നിമിഷം ആകുമ്പോൾ അത് റെക്കോർഡ് ഭൂരിപക്ഷമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിലാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ആ റെക്കോർഡിലേക്ക് പോവുകയാണ്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഇനി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് സ്വന്തമാവുകയാണ്. നമുക്ക് കാണാം, 69,614 വോട്ടിനാണ് നിലവിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ മുന്നിലുള്ളത്. വേങ്ങരയിൽ നിന്നും മാറി മലപ്പുറത്ത് ഇത്തവണ മത്സരിക്കാൻ എത്തിയതാണ്. അത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട ഒരു വിജയമാണ്. മലപ്പുറത്ത് നേരത്തെ തന്നെ വലിയ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗ് ജയിക്കുന്ന സ്ഥലമാണ്. അവിടെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ, ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ വരുമ്പോൾ അത് വലിയ വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത് കെ ശൈലജയുടെ 60,000-ലേറെ വരുന്ന ആ ഭൂരിപക്ഷം അത് അസാധ്യമായ ഒരു നേട്ടം എന്ന തരത്തിലായിരുന്നു കണ്ടിരുന്നതെങ്കിൽ അത് പി കെ കുഞ്ഞാലിക്കുട്ടി മറികടക്കുകയാണ്. മലപ്പുറത്ത് 69,614 വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. പലപ്പോഴും അത്തരത്തിൽ വലിയ ഭൂരിപക്ഷം നേടി തന്നെ വിജയിച്ചു വരുന്നതാണ്. പക്ഷേ ഇത്തവണ ഈ ഒരു UDF വീണ്ടും മാറിയിരിക്കുന്നു എന്നതാണ്. അത് 70,000 കടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയൻ 12,703 വോട്ടുകൾക്കാണ് മുന്നിലുള്ളത്. 12,703 വോട്ടുകൾക്ക് മുന്നിലാണ് പിണറായി വിജയൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രുജീഷ്, കഴക്കൂട്ടത്ത് കടകംപള്ളി തോറ്റത് 20 വോട്ടിനാണ് എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഫോട്ടോ ഫിനിഷിലേക്ക് പോയി എന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഒടുവിൽ നടന്നത്. എന്തായാലും 20 വോട്ടുകൾക്കാണ്. കഴക്കൂട്ടത്തപ്പോൾ വാശിയേറിയ അതിശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടന്നത്. കഴക്കൂട്ടത്തെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വി മുരളീധരൻ അവിടെ നിന്ന് ആ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ 5 വർഷവും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഏത് കല്യാണം ഉണ്ടായാലും, ഏത് മരണ വീടുണ്ടായാലും, ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അദ്ദേഹം ഇടപെട്ടിരുന്നു. ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ അദ്ദേഹം ഒരു ജനപ്രതിനിധി അല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ കൂടി ഇടപെട്ട് അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ നേട്ടം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിന് കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ച സ്ഥലത്താണ് കടകംപള്ളി ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ കൂടി കഴക്കൂട്ടത്ത് ആദ്യമായി താമര വിരിയുകയാണ്. വി മുരളീധരൻ നിയമസഭയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും നിർണായകമായ 2 കാര്യം എന്ന് പറയുന്നത്, ഈ 20 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വി മുരളീധരൻ നിയമസഭയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഈ 70,000 വോട്ടുകൾ നേടി ഭൂരിപക്ഷത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ച് കയറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ UDF മന്ത്രിസഭ അടക്കം രൂപീകരിക്കുമ്പോൾ അതിൽ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം ലഭിക്കേണ്ട അത്തരത്തിൽ കരുതുന്ന ഒരു ആൾ കൂടിയാണല്ലേ പി കെ കുഞ്ഞാലിക്കുട്ടി. തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി ഉറപ്പായും മന്ത്രിയാകുന്ന ആൾ തന്നെയാണ്. ഉപമുഖ്യമന്ത്രി ആകുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും 70,000 മുകളിലേക്ക് ആ ഭൂരിപക്ഷം ഉയർന്നിട്ടുണ്ട്. അതൊരു റെക്കോർഡാണ്. അടുത്ത കാലത്തൊന്നും ആർക്കും മറികടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റെക്കോർഡായി അത് മാറുകയും ചെയ്യും. കഴിഞ്ഞ തവണ നമ്മൾ 60,000 എന്ന ഭൂരിപക്ഷം കെ ശൈലജയുടെ പേരിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും നമ്മൾ അത്രയും വോട്ട് എങ്ങനെ എത്തിക്കും എന്നതായിരുന്നു നമ്മൾ അത്ഭുതപ്പെട്ടതെങ്കിൽ, അതിനും ഉയരെ 13,000-ലധികം വോട്ട് അതിലും ഉയരെ നേടിക്കൊണ്ട് 73,000-ലേറെ വോട്ട് നേടിക്കൊണ്ട് നിലവിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി പോവുകയാണ്. 3,00,000-ലേക്ക് ആ ഭൂരിപക്ഷം എത്തുമോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 73,487 വലിയ ഭൂരിപക്ഷത്തിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി പോവുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലെത്തിയിരിക്കുന്നു. മലപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ ആകമൊത്തം ഇങ്ങനെ ലീഗിന്റെ വലിയ തരത്തിലുള്ള പൂർണ്ണമായും തന്നെ അത് ഏറ്റെടുത്ത തരത്തിലാണ് ആ ജില്ല ഉള്ളത്. നമുക്കറിയാം, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയായിരുന്നു. കോട്ട ഒന്നാകെ തന്നെ മുസ്ലിം ലീഗ് കൈയാളുന്നതാണ് കണ്ടതെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 16 സീറ്റും അവിടെ UDF നേടുകയാണ്. മുസ്ലിം ലീഗിന്റെ കരുത്തിൽ തന്നെയാണ് UDFന്റെ തേരോട്ടം എന്നത് എടുത്തു പറയണം. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും തവനൂരിൽ VS ജോയി അടക്കമുള്ള ആളുകൾ ജയിച്ച പശ്ചാത്തലം കൂടി കാണണം. അത് തന്നെയാണ് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ എടുത്തു പറഞ്ഞതും. ആ മുസ്ലിം ലീഗിന്റെ തീരുമാനം, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ കൈക്കൊണ്ട ആ ഒരു ചടുലതയുണ്ട്. അതായത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ആദ്യം തന്നെ കോൺഗ്രസിന് മുൻപ് അത് കൃത്യമായി ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നു. അതിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട്, യുവാക്കൾക്ക് പ്രാതിനിധ്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ പോലെ സമുന്നതരായ നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള ഒരു വൃത്തിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് സ്ക്രീനിൽ കാണാം. ഒടുവിൽ വിയർത്തെങ്കിലും പിണറായി വിജയൻ വിജയം നേടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മുന്നണി അമ്പയെ പരാജയപ്പെട്ടു എന്നത് കൂടിയുണ്ട്. ഇപ്പോൾ സ്വാതി പറഞ്ഞതുപോലെ, അതായത് ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗിന്റെ വിജയം എന്നതുകൂടി എടുത്തു പറയണം. മുസ്ലിം ലീഗ് പല കാര്യങ്ങൾ അതിനിടയിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിൽ നിന്ന് ഒരു വനിത MLA ആയി കേരള നിയമസഭയിലേക്ക് പോവുകയാണ് എന്നത് കൂടി കാണണം. ഫാത്തിമ തഹലിയ പേരാമ്പ്രയിൽ നിന്ന് MLA ആയി പോകുന്നു. ഏറ്റവും ശ്രദ്ധേയമായ അവരുടെ ഒരു പോരാട്ടം നടന്ന സ്ഥലം
കൂത്തുപറമ്പായിരുന്നു. അവിടെ 930 വോട്ടിനാണ് പരാജയപ്പെടുന്നത് എങ്കിൽ കൂടി ജയന്തി രാജൻ എന്ന ഇതര സമുദായത്തിലുള്ള ഒരാളെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായത് അവർക്കെതിരെ വന്ന വലിയ ഒരു വിദ്വേഷ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രചാരണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് തയ്യാറായത് ജയന്തി രാജനെ കൂത്തുപറമ്പ് പോലെ ഒരു ജനറൽ സീറ്റിലേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് അവിടെയുള്ള വോട്ടിംഗ് പാറ്റേൺ നമുക്ക് കാണാനാകുന്നത്. കാരണം PK പ്രവീണിനോട് വളരെയധികം പോരാടിയാണ് ഇപ്പോൾ ജയന്തി രാജൻ പരാജയപ്പെടുന്നതെന്ന് കാണണം. ഈ തരത്തിലായിരുന്നു നമ്മൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക കണ്ടത്. യുവാക്കൾക്ക് പ്രാധാന്യം, സ്ത്രീകൾക്ക് പ്രാധാന്യം, ഇതര സമുദായാംഗങ്ങൾക്ക് പ്രാധാന്യം, പ്രധാനപ്പെട്ട നേതാക്കളെ നിർത്തുന്നു. അതോടൊപ്പം മണ്ഡലം മാറ്റി നിർത്തി പ്രധാനപ്പെട്ട നേതാക്കളെ അഥവാ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആളുകളെ മണ്ഡലം മാറ്റി നിർത്തിയുള്ള പരീക്ഷണം എല്ലാ തരത്തിലും മുസ്ലിം ലീഗ് തുടക്കത്തിൽ തന്നെ അക്കാര്യത്തിൽ ഒരു കണിശത കാണിച്ചു. എന്തായാലും ശാന്തകുമാർ വെള്ളാലത്ത് അവിടെ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാറാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ലീഗിന്റെ ഓരോരോ വിശേഷങ്ങളും നമുക്ക് അപ്പോൾ വാർത്തയായി ഒരുപാട് ബ്രേക്കിങ്ങുകളൊക്കെ നമുക്ക് പങ്കുവെച്ചത്. ശാന്തകുമാർ, വലിയ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം എന്നുള്ളതാണ്, ഈ റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് തന്നെ പറയാം. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയത്തെ, ജനകീയതയൊക്കെ ഈ ഒരു ഭൂരിപക്ഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ വിജയത്തെ ഏത് രീതിയിലാണ് ഈ ഒരു സമയത്ത് നോക്കിക്കാണാൻ സാധിക്കുന്നത്? സ്വാതി, ഔദ്യോഗികമായി ഫലപ്രഖ്യാപനത്തിൽ ഇനിയും 5 റൗണ്ട് കൂടി പൂർത്തിയാവാനുണ്ട്, വോട്ടെണ്ണൽ പൂർത്തിയാവാനുണ്ട്. 5 റൗണ്ട് പൂർത്തിയാവാനിരിക്കെയാണ് ഇപ്പോൾ 69,614 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി എത്തിയിരിക്കുന്നത്. അതായത് ഇനിയും ശ്രദ്ധിക്കേണ്ടത്, ഇനിയും 5 റൗണ്ട് കൂടി പൂർത്തിയാകാനുണ്ട്. ഏകദേശം 5 റൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 20,000-ലധികം വോട്ടിന്റെ അല്ലെങ്കിൽ 12,000-ലധികം വോട്ടിന്റെ വോട്ട് ഇനി എണ്ണാനുണ്ട്. അതിനിടയിലാണ് ഇത്രയധികം 69,614 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലീഡിൽ ഇപ്പോൾ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരു നിയമസഭാ സമാജികന് കിട്ടുന്ന ഒരു ഉയർന്ന ഭൂരിപക്ഷമാവാൻ തന്നെയാണ് സാധ്യത. നേരത്തെ ഉണ്ടായിരുന്ന ശൈലജ ടീച്ചറുടേതായിരുന്നു. അതിൽ നിന്നും അദ്ദേഹം 8ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ ആ ഭൂരിപക്ഷം മറികടന്നിരുന്നു. ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ 25 റൗണ്ട് എണ്ണുന്നതിൽ 20 റൗണ്ടും പൂർത്തിയായപ്പോഴാണ് 69,614 വോട്ട് അദ്ദേഹം ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. അതായത് 1,07,317 വോട്ട് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ നേടിക്കഴിഞ്ഞു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി NCPയുടെ മുജീബ് റഹ്മാന് ആകെ ലഭിച്ചത് 37,703 വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് അശ്വതി ഗുപ്തകുമാർ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 7,858 വോട്ടാണ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അത്രയധികം പ്രാധാന്യമുള്ള ഒരാൾ എന്നുള്ള രീതി തന്നെ അദ്ദേഹത്തിന് ആ വലിയ തോതിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ പങ്കാളിത്തം ജനങ്ങളെ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. അത് തന്നെയാണ് ഈ വോട്ടായി മാറുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ശാന്തകുമാർ, കുഞ്ഞാലിക്കുട്ടിയുടെ വിജയത്തിനിടയിൽ മറ്റ് പല വലിയ വിജയങ്ങളും മുങ്ങിപ്പോകുന്നത് തോന്നും. കാരണം മലപ്പുറത്ത് പല മണ്ഡലങ്ങളിലും 50,000-ന് മുകളിലാണ് ഭൂരിപക്ഷം. തീർച്ചയായും 16 അസംബ്ലി മണ്ഡലത്തിൽ 16 മണ്ഡലങ്ങളും UDF കൃത്യമായി വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് അതിന്റെ അന്തിമ ഫലപ്രഖ്യാപനം മാത്രമേ ഇനി കാത്തിരിക്കേണ്ടുള്ളൂ. അതിലെല്ലാം 10,000-ൽ കുറഞ്ഞ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 30,000, 40,000, 50,000 കടന്ന മണ്ഡലങ്ങളാണ് ഭൂരിപക്ഷവും മണ്ഡലങ്ങളും. അത് മലപ്പുറം ജില്ലയിൽ UDFന്റെ ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു തേരോട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ ബൃഹത്തായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ളത്. അത് ഓരോ സ്ഥാനാർത്ഥികളുടെ വിജയം നോക്കുകയാണെങ്കിൽ, അതായത് LDFന് ഒറ്റ സീറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 2021 4 സീറ്റുകൾ ഉണ്ടായിരുന്ന മലപ്പുറത്ത് ഇപ്രാവശ്യം ഒറ്റ സീറ്റില്ല. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM തന്നെ കണക്കാക്കിയിരുന്നത് പൊന്നാനിയും തവനൂരുമായിരുന്നു. ഈ പൊന്നാനിയിലും തവനൂരിലും വലിയ പരാജയമാണ് CPMന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. KT ജലീലും MK സക്കീറും പരാജയപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ മന്ത്രി V അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറി മത്സരിച്ചതാണ്. തിരൂരിലും അദ്ദേഹം പരാജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. വ്യക്തമായ ഭൂരിപക്ഷം കുറുക്കോളി മൊയ്തീൻ ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ നേടിക്കഴിഞ്ഞു. ഇനി ചുരുങ്ങിയ റൗണ്ടുകൾ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മുൻ മന്ത്രിയായ V അബ്ദുറഹ്മാൻ പരാജയപ്പെടും. LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം പരാജയം നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സമ്പൂർണ്ണ വിജയം 16 കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. 16 അസംബ്ലി മണ്ഡലമുണ്ട്. ഈ 16 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗും കോൺഗ്രസും അവരുടെ തേരോട്ടം തന്നെ നടത്തിയിരിക്കുന്നു. സമ്പൂർണ്ണ വിജയത്തിലേക്ക് അവർ എത്തുകയുമാണ്.